സംസാരം ടിവിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. വളരെ വ്യത്യസ്തമായ രീതിയിൽ തേങ്ങാപ്പാൽ ചേർത്ത് മത്തി പൊള്ളിച്ചെടുക്കുന്നതാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പം നമ്മൾ വാഴയിലൊന്നും ഇല്ലാതെ തന്നെ ചട്ടി തന്നെയാണ് ഞങ്ങൾ അതിനെ പൊള്ളിച്ചെടുക്കുന്നത്. അതിനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ട്, പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ മീൻ പൊള്ളിക്കുന്നതിന് ഞങ്ങളിവിടെ ഒരു 10-11 മത്തി എടുത്തു വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊക്കെ ക്ലീൻ ചെയ്ത് നാരങ്ങ നീരും ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചാണ്. അപ്പോൾ നാരങ്ങ നീരൊക്കെ ചേർത്ത് നമ്മൾ ക്ലീൻ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഉളുമ്പുകളൊക്കെ മാറി കിട്ടും. അപ്പോൾ നാരങ്ങ നീരില്ലെങ്കിൽ വിനാഗിരി ചേർത്തിട്ടാണെങ്കിൽ നമ്മളത് കഴുകിയെടുത്താൽ മതി. അതിന് വേണ്ടി നമ്മൾ മസാലകളൊക്കെ തിരുമണം. അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട്. മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി പച്ച കുരുമുളകാണ് അതിന് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. അത് നമുക്കിവിടെ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ കുരുമുളക് പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരല്പം വാളംപുളി, ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള ഒരു വാളംപുളിയുടെ വെള്ളത്തിലാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. പിന്നെ ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില പേസ്റ്റ്, ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ. ഇനി നമുക്ക് ഈ മത്തി ഒന്ന് നമുക്ക് മസാല പുരട്ടി വെക്കാം. അപ്പോൾ മസാല തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളിവിടെ മുളക് പൊടി എടുത്ത് നമുക്ക് ബൗളിലേക്ക് ഇടാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കൂടുതൽ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില പേസ്റ്റ്. ഇഞ്ചി ഒരു വലിയ കഷ്ണമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ വെളുത്തുള്ളി ഒരു തുടമുണ്ട്, ഒരു 5-10 അല്ലി വെളുത്തുള്ളി ഉണ്ട്. കൂടാതെ ഒരു 2 കറിവേപ്പില, ഒരു 3 പച്ചമുളക്. അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വേണം നമ്മളത് ചേർത്ത് കൊടുക്കാൻ. ഇനി അതിനിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. വാളംപുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെള്ളമുണ്ട്, അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ച മത്തി ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കാം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു 10 മിനിറ്റ് വേറൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. മസാലയൊക്കെ തിരുമ്മി വെച്ച് ഏകദേശം 10 മിനിറ്റായി. നമുക്കിനി ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്കൊന്ന് മീൻ പൊള്ളിച്ചെടുക്കാം. ചട്ടി ചൂടായി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമ്മളിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ പൊള്ളിച്ചെടുക്കുവാണെങ്കിൽ ഒട്ടും അടി പിടിക്കുകയില്ല. അതുപോലെ കറിവേപ്പില നല്ലൊരു ഫ്ലേവർ ആ മത്തിക്ക് കിട്ടുകയും ചെയ്യും. ചട്ടിലേക്ക് നമ്മൾ കറിവേപ്പില നിരത്തി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ മത്തി ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെയാണ് നമ്മളത് പൊള്ളിച്ചെടുക്കുന്നത്. നമുക്ക് കറിവേപ്പില ആയിട്ടുണ്ട്. നമുക്ക് ഈ മത്തി ഓരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. എണ്ണ എല്ലായിടത്തും ഒന്ന് ആകാൻ വേണ്ടി നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ചെറു തീയിലിട്ടിട്ട് വേണം നമ്മളിത് പൊള്ളിച്ചെടുക്കാൻ വേണ്ടി. അപ്പം നമ്മൾ എപ്പോഴും ചെറിയ തീയിലിട്ടിട്ടേ നമ്മളത് പൊള്ളിച്ചെടുക്കാവുള്ളൂ. ഒരുപാട് ഡ്രൈ ആയി പോകരുത്, ഉണങ്ങിയും പോകരുത്. അപ്പോൾ ഒരുപാട് സാധാരണ രീതിയിൽ മാത്രം അതൊന്ന് പൊള്ളിച്ചെടുത്താൽ മതി. അതിനുവേണ്ടി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് പൊള്ളിച്ചെടുക്കാം. ചട്ടിയിൽ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു വശം നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. അത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് മറുവശം കൂടെ നമുക്ക് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്നായി കാണും. നമുക്ക് തുറന്നു നോക്കാം. തുറന്നു നോക്കാം.
ആവിയിൽ ഇരുന്നിട്ട് വേണം കേട്ടോ നമ്മൾ പൊള്ളിച്ചെടുക്കാൻ. മറ്റേ നമ്മൾ ചീഞ്ചട്ടിയിലൊക്കെയല്ലേ നമ്മൾ വറുത്തെടുക്കുന്നത്. ഇതാകുമ്പോൾ ആവിയിൽ തന്നെ ഇരുന്നത് പൊള്ളിച്ചെടുക്കാൻ നമ്മൾ ചെയ്യുന്നത്. ഇത് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് കഴിഞ്ഞ ഒരിക്കലും ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ ഒരു മൂളിയമ്മ ഞങ്ങൾക്ക് ഇത് ഫ്രൈ ആക്കിയിട്ട് ഇങ്ങനെ പൊള്ളിച്ച് തന്നായിരുന്നു. നല്ലൊരു ടേസ്റ്റായിരുന്നു. നമ്മുടെ കോഴിക്കോടൊന്നും സാധാരണ അങ്ങനെ കാണാറില്ല ഇങ്ങനെ പൊള്ളിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് ഇത് ചെയ്ത് കൊടുത്തപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യണം. 2 വശവും നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നന്നായിട്ട് പൊള്ളിച്ചെടുക്കണം. ഇനി നമ്മുടെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ആവി കയറാൻ വേണ്ടി നമുക്കൊന്ന് മൂടി വെക്കാം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. മത്തി പൊള്ളിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ തേങ്ങാപ്പാലിൻ്റെയും കറിവേപ്പിലിൻ്റെയും അപാര ടേസ്റ്റ് വളരെ നല്ലതാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടുതൽ കപ്പയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണ്. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.